السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വല് മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. റബീഉൽ അവ്വല് മാസം അത് മറ്റ് മാസങ്ങൾ പോലെ അല്ല, അത് ആദരിക്കപ്പെടേണ്ട മാസമാണ്. അതിലുപരി മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുകയും മനസ്സിലാക്കുകയും അവിടുത്തെ ജീവിതങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട മാസമാണ് റബീഉൽ അവ്വൽ മാസം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 പ്രത്യേകതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ക്ലാസ് പൂർണ്ണമായി കേൾക്കുകയും ചെയ്യണം. 1. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധാരണ മനുഷ്യർക്കുള്ള കോട്ടുവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. കോട്ടുവ ഇടുന്നത് വയറ് നിറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഉള്ള ഒരു വായുവാണ് കോട്ടുവായ. ഇത് നബി തങ്ങൾക്ക് ഇല്ല. രണ്ടാമത്തേത് ഈച്ച. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും, എന്നാൽ ആ പുണ്യ ശരീരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കില്ല. ഈച്ച വന്നിരിക്കൂല. കാരണം ആ ശരീരത്തിന്റെ സുഗന്ധമുള്ളിടത്തൊന്നും ഈച്ച വന്നിരിക്കൂലല്ലോ. സുഗന്ധമില്ലാത്ത സ്ഥലത്തല്ലേ, മ്ലേച്ഛമായ സ്ഥലങ്ങളിലൊക്കെ അല്ലേ ഈച്ച വന്നിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമല്ലോ. മുത്തുനബിയുടെ ശരീരത്തിൽ അങ്ങനെ മ്ലേച്ഛമായ വാസനിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഈച്ച വന്നിരിക്കില്ല മുത്തുനബിയുടെ ശരീരത്തിൽ. 3. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിലുള്ള കാര്യങ്ങൾ കാണുന്നത് പോലെ പിന്നിലുള്ളതും അറിയും. മനസ്സിലായോ? മുന്നിലുള്ള കാര്യം എങ്ങനെയാണ് നബി തങ്ങൾ കാണുന്നത്, അതുപോലെ പിന്നോട്ടുള്ള കാര്യങ്ങളും ബേക്കിലുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയും. 4. സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ ഉള്ള സ്ഖലനം, സ്വപ്നസ്ഖലനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല കേട്ടോ. അതൊക്കെ നമുക്കൊക്കെ ഉണ്ടാകുന്ന സംഗതിയാണ്, അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല. 5. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ ഇരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമല് പൊന്തിക്കാണും. ആ കൂട്ടത്തിൽ ഇരുന്ന എത്ര വലിയ കുറേ ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടെങ്കിൽ, എത്ര വലിയ ആളുകൾ ആ സദസ്സിൽ ഉണ്ടെങ്കിലും അവരെക്കാൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചുമല് പൊന്തിക്കാണുമായിരുന്നു. 6. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്രം, നബി തങ്ങൾ മൂത്രിച്ചാൽ ആ മൂത്രം ഭൂമിക്ക് മുകളിൽ കാണാൻ സാധിക്കില്ല. 7. അതുപോലെ അവിടുത്തെ മലവും അതൊക്കെ ഭൂമി വിഴുങ്ങുമായിരുന്നുവെന്നാണ് ചരിത്രത്തിലുള്ളത്. നബി തങ്ങൾ മലമൂത്ര വിസർജനം ചെയ്താൽ മൂത്രം അവിടെ കാണൂല, മലം അത് ഭൂമി അപ്പാടും എടുത്ത് വിഴുങ്ങും. അത് സഹാബാക്കൾ കണ്ടാൽ അവരെടുത്ത് വിഴുങ്ങുമോ എന്ന് പേടിച്ച് ഭൂമി തന്നെ എന്താകും, എടുത്ത് വിഴുങ്ങുമായിരുന്നോ കേട്ടോ. അത്രയും പോരിശിയാണ് മുത്തുനബി തങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ കാര്യങ്ങൾക്കും. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉറങ്ങിയാലും അവിടുത്തെ മനസ്സ് ഉറങ്ങാറില്ല, അവിടുത്തെ കൽബ് ഉറങ്ങാറില്ല. മൃഗങ്ങൾ. 8. മൃഗങ്ങൾ ഒന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടാൽ ഓടുകയില്ല. മൃഗങ്ങൾ കേട്ടോ വളരെ വിനയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കും. ആര്? മൃഗങ്ങൾ കേട്ടോ. 9. സൂര്യനിൽ നിന്നുള്ള നിഴല്, അതായത് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ കാണാൻ സാധിക്കില്ല.
നമ്മൾ നിന്നാൽ കാണും കേട്ടോ. സൂര്യപ്രകാശത്തിൽ നമ്മൾ നിന്നാൽ നമ്മുടെ നേര് കാണൂലേ? നബിതങ്ങൾ നിന്നാൽ അവിടുത്തെ നേര് കാണാൻ സാധിക്കൂല. അതുപോലെ 10-ാമത്തേത്, നമ്മളിലൊക്കെ പ്രസവിക്കപ്പെട്ട കുട്ടികൾ ആണാണെങ്കിൽ ചിലരൊക്കെ 40 ദിവസം, ചിലർ 6-7 വയസ്സ് ആകുമ്പോഴാണ് മാർക്കം ചെയ്യുക, ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഛേദിക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ തന്നെ മാർക്കം ചെയ്ത നിലയിലായിരുന്നു പ്രസവിക്കപ്പെട്ടത്. ഇങ്ങനെ ഈ 10 പ്രത്യേകതകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രം ഉള്ള പ്രത്യേകതയാണ്. ഈ 10 പ്രത്യേകതകൾ മനഃപ്പാഠമാക്കുന്നവർക്കും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് പല കിതാബുകളിലും പറയുന്നു. ഇൻഷാ അല്ലാഹ് പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഈ പ്രത്യേകതകൾ 10 നിങ്ങൾ മനഃപ്പാഠം പഠിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ അറിയാൻ ഉള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.